ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഇന്ന് ഞങ്ങൾ ഹൗസ് ബോട്ട് ട്രിപ്പിന് പോകുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഗായ്സ്. സോ ഇത് എടുത്തിട്ട് ഇപ്പോൾ കുറേ നാളായി ബിക്കോസ് സം ബിസിനെസ് ഐ കുഡൻ റെക്കോർഡ് എനിത്തിങ് ആൻഡ് ഞാൻ ആ ഗ്ലാസ് എന്ത് സംഭവിച്ചെന്നാണ് ഈ നോക്കുന്നത്. അതുകൊണ്ടാണ് അതേന്ന് ഫോക്കസ് മാറാതെ നോക്കിക്കൊണ്ടിരുന്നത്. ആൻഡ് വേറെ കുറേ ഹൗസ് ബോട്ടൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളത് ഇതാണ്. അതുകൊണ്ട് പതുക്കെ നമുക്ക് അതിനകത്തിട്ട് കയറി അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് കാണാം. ഓക്കെ, അങ്ങനെ തെന്നി വീഴാതെ ഒക്കെ എങ്ങനെയാണ് കയറിയെന്ന് എനിക്കിപ്പോഴും അറിയില്ല, പക്ഷെ ഞങ്ങൾ കഷ്ടപ്പെട്ട് കയറി ഗൈസ്. അങ്ങനെ ഞാൻ ചോദിക്കുന്നുണ്ട് കയറാൻ പറ്റുമോ, വീഡിയോ എടുക്കാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പുള്ളി ബി ലൈക്ക് എന്തേലും കാണിക്ക് കൊച്ചി വന്ന് കയറിപ്പോ എന്നുള്ള മട്ടിലാണ്. ഞങ്ങൾ കഷ്ടപ്പെട്ട് അങ്ങനെ കയറി. അങ്ങനെ ഞങ്ങൾ മിറർ എന്നാലും കുറച്ച് വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇരുന്ന് എന്തൊക്കെയൊക്കെ കാണിക്കുന്നുണ്ട്. അയ്യോ, എന്നെ കാണാൻ ഒരു ആൻറ്റി ലുക്ക്. ഞാൻ എന്തിനേ ഇങ്ങനെ ഒരുങ്ങിപ്പോയത്. എന്തായാലും കൊള്ളാം. അങ്ങനെ ഞങ്ങൾ ഉള്ളിലോട്ട് കയറാമെന്നും പറഞ്ഞ് കയറുകയാണ്. അപ്പോൾ ഇത് പിന്നെ ഒരു മിറർ. ഇതാണ്, എനിക്ക് മിററിനോട് ഭയങ്കര ഒരു ഒബ്സഷനാണ് ഗായ്സ്. എൻ്റെ പൊന്നോ, ഇതൊന്നും പറയാനില്ല. അങ്ങനെ ഞാനെല്ലാം അതിൻ്റെ വാളിലുള്ള എല്ലാ ഡെക്കോറല്ലല്ലോ ഇതെന്താ സംഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഗായ്സ്. അങ്ങനെ നമ്മൾ മേളിൽ പോവാം ഗായ്സ്. അങ്ങനെ ഞങ്ങൾ പതുക്കെ നടന്ന് മേളിൽ ചെന്നു. അപ്പോൾ ആരാണ്ട് അവിടെ നിൽക്കുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ സ്റ്റെയർ ചെയ്തു പുള്ളീനെ. എന്നിട്ട് അങ്ങനെ പതുക്കെ കയറുവാണ്. അങ്ങനെ ഞങ്ങൾ കയറി വന്നപ്പോഴത്തേക്കിനും എല്ലാം പ്രിപ്പയർ ചെയ്യുന്നേ ഉള്ളൂ. ടേബിൾസ് ആണെങ്കിലും സീറ്റ്സ് ആണെങ്കിലും. ഇപ്പോൾ എൻ്റെ അമ്മ വർക്ക് ചെയ്യുന്നൊരു സ്ഥലത്ത് ഒരു മീറ്റിംഗ് ഒരു ട്രിപ്പ് പോലെയാണ്, വൺ ഡേ ട്രിപ്പ്. വൺ ഡേ ട്രിപ്പാണ്. ഞങ്ങൾ അന്ന് തന്നെ പോകും, കാരണം ഞങ്ങൾ നിയർ ബൈ ആണ് താമസിക്കുന്നത്. അങ്ങനെ വ്യൂ ഒക്കെ കാണുവാണ് ഗായ്സ്. നല്ല രസമല്ലേ ഇവിടെ കാണാൻ. അയ്യോ, നേരിട്ട് കാണാനാണ് കേട്ടോ ശരിക്കും ഭംഗി. അത് നമുക്ക് എത്ര ഭംഗിയാണെന്ന് പറഞ്ഞറിയിക്കാനേ പറ്റത്തില്ല. First time having no eyeliner guys. അബിക്കുട്ടൻ ഗൈസ്, ടു ബി ഓണസ്റ്റ്, ഞാൻ ഐലൈനർ ഉള്ളതാണോ ഐലൈനർ ഇല്ലാത്തതാണോ ഭംഗിയെന്നൊന്ന് നോക്കി പറയണേ. ബിക്കോസ് എനിക്കിത് എന്തോ അങ്ങനെ ചെയ്യാത്തൊരു ലുക്കാണ്. ഞാൻ ഒന്നിനും ഐലൈനർ ഇല്ലാതെ പോയിട്ടില്ല. അങ്ങനെ ഞാൻ ഫുൾ നോക്കലാണ്. കാര്യം ഇതൊന്നും വിടുന്നില്ല, അവിടെ കിടക്കുകയാണ് കുറച്ച് നേരമായിട്ട്. അത് ഓർത്ത് ഇങ്ങനെ ടെൻഷൻ അടിക്കും, ഇനി പോവില്ല, ഇവിടെ തന്നെ കിടക്കാനാണോ പ്ലാൻ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഫുൾ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അങ്ങനെ ഐലൈനർ എഴുതി ഗായ്സ്. കൊള്ളാമോ ഗായ്സ്, എങ്ങനെയുണ്ട് ഭംഗിയുണ്ടോ കാണാൻ, എങ്ങനെയുണ്ടെന്നൊക്കെ പറയണേ. ആൻഡ് ദെൻ റെയിൻ വന്നു കഴിയുമ്പോഴത്തേക്കിനും എന്ത് ഭംഗിയാണല്ലേ എല്ലാത്തിൻ്റെ വ്യൂ ഒക്കെ കാണാൻ. അങ്ങനെ എന്താണ്ടൊക്കെ കുഞ്ഞു പ്രാണി ഉണ്ടായിരുന്നു, അതിനെപ്പോലെ ഞാൻ വെറുതെ വിട്ടില്ല. അവൻ എന്നെ പേടിച്ച് ഓടുവാണ് ഗൈസ്. ഞാൻ ഫുള്ള് വീഡിയോ എടുത്ത് എല്ലാവരെയും വെറുപ്പിക്കലാണ്. ആരും അങ്ങനെ ശ്രദ്ധിക്കുന്നൊന്നുമില്ല, പക്ഷെ ശ്രദ്ധിച്ചവരൊക്കെ ഭയങ്കര ചിരിയാണ്. കാര്യം അമ്മാതിരി കോമഡിയാണ് ഞാൻ അവളെ കിടന്ന് കാണിച്ചുകൊണ്ടിരുന്ന വീഡിയോ എടുക്കാനെന്ന പേരിൽ. അങ്ങനെ ഞാൻ പിന്നെ എൻ്റെ മുഖം എന്തെങ്കിലുമൊക്കെ കാണിക്കണ്ടേന്ന് ഓർത്ത് എന്തെങ്കിലുമൊക്കെ പറയണ്ടേ. അങ്ങനെ ഞാൻ ഓരോന്നൊക്കെ വീഡിയോ എടുത്തു. അങ്ങനെ ഡ്രിങ്കൊക്കെ കൊണ്ടുവന്നു ഗൈസ്. അങ്ങനെ ഫൈനലി എത്ര നേരം വെയിറ്റ് ചെയ്തിട്ടാണെന്ന് അറിയാമോ ഒന്ന് വന്നത്. ഞാനപ്പോൾ ആ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയം ഗൈസ് ഇത്രയും നാളായി. അയ്യോ, എനിക്ക് വയ്യ. അത് എഡിറ്റ് ചെയ്ത് അന്ന് തന്നെ അപ്ലോഡ് ചെയ്തു. പക്ഷേ ഗൈസ് ഇത്രയും സമയം എടുത്ത് ഫുള്ളി അതായത് ഈ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യാനൊക്കെ എനിക്കൊരു മൈൻഡ് അല്ലെങ്കിൽ ഒരു ഫ്രീ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫൈനലി ഫ്രീ ആയപ്പോൾ ഞാൻ ഓർത്തൊന്ന് റെക്കോർഡ് ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ എല്ലാവരെയും റെക്കോർഡ് ചെയ്യാണ് ഗൈസ്. എല്ലാവരും അവർ റെഡിയായിട്ടൊക്കെ വന്നിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പതുക്കെ വിട്ടു. അതിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഗൈസ്. അങ്ങനെ ഇവിടെ പാട്ടും ബഹളമൊക്കെ തുടങ്ങി. ഇത് ഫുഡൊക്കെ കൊണ്ട് നേരത്തെ വെച്ചു. ബിക്കോസ് എല്ലാം താഴേന്ന് എടുത്ത് വരുമ്പോഴത്തേക്കിനും ആൾക്കാരൊക്കെ ഓടി നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ വീഡിയോ അതെന്താ സംഭവം, അതെങ്ങനെ അവിടെ വന്ന് അത് മാറിപ്പോയാണെന്ന് തോന്നുന്നത്. നമുക്ക് സാരമില്ല ഗൈസ്, ഇപ്പോൾ ഓൾറെഡി വോയിസ് കൊടുത്തിരിക്കുന്ന സ്ഥിതിക്ക് അത് മാറ്റണ്ട. പക്ഷെ അത് ഇപ്പോഴത്തെ അല്ല, നേരത്തെ എടുത്താണ്. അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾ പതുക്കെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴുള്ള വീഡിയോ ആണ്. അങ്ങനെ ഞാൻ ഓർത്ത് എൻ്റെ മുടി അഴിച്ചിട്ടാണ്. അപ്പം ഇതെങ്ങനെയുണ്ട് ഗൈസ്, നേരത്തെ ആയിരുന്നല്ലേ നല്ലത്.
അല്ലല്ലോ അത് ശരിയാണ്, നേരത്തെയാണ് നല്ലത്. ഇത് മുടി കഴിച്ചിട്ട് കഴിയുമ്പോഴത്തേക്കിന് എനിക്ക് എന്തോ പോലെ, ഈ എന്നെ കാണാൻ എന്തോ പോലെ എന്നുള്ളൊരു ഇതാണ്. പക്ഷെ വീഡിയോയിൽ നമ്മൾ ആദ്യമേ നമ്മൾ എടുക്കുമ്പോഴത്തേക്കിനും നല്ല ഭംഗി, നല്ല രസമുണ്ട്, ഐശ്വര്യമുണ്ട്, ഭയങ്കര ലുക്കെന്നൊക്കെ തോന്നും. പിന്നെ അല്ലേ നമ്മൾ ആ വീഡിയോ ഒന്ന് റീവാച്ച് ചെയ്യുമ്പോഴേക്കും ആയിരിക്കും അയ്യോ നല്ല കാലം, ഇനി അങ്ങനെയൊന്നും ചെയ്യല്ലേ എന്നൊരു തോന്നൽ വരുന്നത്. അങ്ങനെ ഞങ്ങൾ പതുക്കെ കഴിക്കാനുള്ള സമയമൊക്കെ ആയി വരുന്നത്. അതുകൊണ്ട് ഇങ്ങനെ അമ്മയും വല്ലതും തരുവാന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ബാക്കിൽ പതുക്കെ ഫുഡിൻ്റെയൊക്കെ കൊണ്ടുവരാനുള്ള സമയമായി. അങ്ങനെ ഞാൻ അതൊക്കെ മൈൻഡ് ചെയ്യാതിരിക്കുകയാണ്. എനിക്കങ്ങനെ വിശപ്പൊന്നുമില്ല എന്നുള്ള മട്ടിൽ. അപ്പോൾ ആരുടെയാണ് പോയത്, ആരാന്ന് ചാടിപ്പോയത് അതെന്തായാലും കൊള്ളാം. അങ്ങനെ ഞാൻ പുറത്ത് വന്ന് നിന്നതാണ്. അങ്ങനെ ഇവിടെ നല്ല വ്യൂ ആണ്, അവരെന്തൊക്കെയോ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. അതുപോലെ ഞാൻ റിവേഴ്സ് അടിച്ച് ബാക്കിലോട്ട് വന്നു. ഗായ്സ്, ആ ബോട്ടിൽ ഇരുന്നവരൊക്കെ എന്ത് വിചാരിച്ച് കാണുമോ, ഞാൻ ഭയങ്കര വീഡിയോ എടുക്കലാണ്. ഐ മീൻ ഇതിപ്പോൾ എൻ്റെ കൊച്ചിനെ കൊണ്ട് ഞാൻ കഷ്ടപ്പെടുത്തി എടുത്തതാണ് ഗൈസ്. അങ്ങനെ എടുക്കരുത്, ഇങ്ങനെ എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഒരു കാര്യമില്ല, ഒരു പ്രയോജനം ഉണ്ടായില്ല. ഇതെന്താ ഇങ്ങനെ കാണിച്ചു വെച്ചേക്കുന്നതന്നെ. ഓ മൈ ഗോഡ്, എനിക്ക് ഭയ. പക്ഷേ ഈ വീഡിയോ കൊള്ളാമല്ലേ, ഇതിനൊരു പാട്ടിട്ട് കൊടുത്താൽ അടിപൊളിയായിരുന്നു. ഓ എഗെയിൻ മീ എഗെയിൻ, ഓ മൈ ഗാഡ്. അങ്ങനെ എന്തൊക്കെയൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്, എനിക്കറിയത്തില്ല എന്തെടുക്കണോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആൾക്കാരുള്ളടുത്ത് വീഡിയോ എടുക്കുന്നതിന് എനിക്ക് ഇത്രയും കോൺഫിഡൻസ് എങ്ങനെ വന്നെന്ന് തന്നെ എനിക്കറിയില്ല ഗൈസ്. അങ്ങനെ ഫുഡിൻ്റെ സമയമായി. അങ്ങനെ ഫുഡ് വന്നു, ഞങ്ങൾ ഓർത്തു അവരൊക്കെ കഴിച്ചിട്ട് പോട്ടെ എന്ന്. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ വിശന്നു ഗൈസ്. അത് കാരണം അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, എന്തൊക്കെയായിരുന്നു ഫുഡെന്നുള്ളത് അത് കാണണമായിരുന്നു ഗൈസ്. അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു, എല്ലാം നല്ല ഇതായിരുന്നു. ആ ഒരു ഹൗസ് ബോട്ടിൽ വർക്ക് ചെയ്തിരുന്ന എല്ലാവർക്കും പാവങ്ങൾ, അവർ കുറേ കഷ്ടപ്പെട്ടു. ഇത്രയും ആൾക്കാരുണ്ടായിരുന്നല്ലോ, അവരെയൊക്കെ ആവശ്യമുള്ളതെല്ലാം കിട്ടിയെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് അവർ താഴോട്ടിറങ്ങി ബാക്കിയുള്ള കാര്യത്തിനൊക്കെ പോയത്. ഇറ്റ് വാസ് സോ ഗുഡ് ഗായ്സ്. അങ്ങനെ പിന്നെയൊക്കെ മഴ ചെയ്ത് മറ്റേ കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടപ്പോഴുള്ള വീഡിയോ ആണ് ഗായ്സ്. അഗെയിൻ ഞാൻ എന്തിനാണ് പിന്നെ എടുക്കുന്നത്, മുടി ഓക്കെ ആണോ എന്ന് അറിയാനാണ് മെയിൻലി ഞാൻ എടുക്കുന്നത്. കാര്യം എൻ്റെ മുടി രാവിലെ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് വരും, പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് അതിൻ്റെ അതേ കോലത്തിലാവും. എത്ര കഷ്ടപ്പെട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല ഗൈസ്. ആ പറഞ്ഞത് വലിയൊരു തള്ളാണെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ കള്ളച്ചിരി ചിരിച്ചതിൻ്റെ അർത്ഥം. ആൻഡ് ഗൈസ്, എനിക്ക് പിന്നീട് മടുത്തു ഗൈസ്. ഫുൾ ടൈം ഈ പാട്ടായിരുന്നു ഗൈസ്. ലാസ്റ്റ് മെയിനായിട്ടുള്ള ആൾ വന്ന് ആ പാട്ട് പാടിക്കൊണ്ടിരുന്ന പുള്ളീനെ ട്രോളി വിട്ടു ഗൈസ്. അയ്യോ സത്യമായിട്ടും എപ്പോഴും പാടിക്കൊണ്ടിരുന്ന നമുക്ക് ആ പാട്ടിനോട് തന്നെ മടുപ്പ് വരും അല്ലേ ഗൈസ്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈറ്റ്സാണ് ഈ ഫുള്ള് റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പോഴല്ല കേട്ടോ സ്കോൾഡ് ചെയ്തത്, രാത്രി ആകുമ്പോഴാണ് സ്കോൾഡ് ചെയ്യുന്ന പുള്ളീനെ. ഞാൻ കുറേ വ്യൂ ഒക്കെ ഇങ്ങനെ എടുത്തിരുന്നു. പ്രത്യേകിച്ച് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കിനും എല്ലാം ഒരുപോലെ ഇരിക്കും, പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ബ്യൂട്ടി മനസ്സിലാകത്തുള്ളൂ. എല്ലാം നല്ല ഒത്തൊരുമയോടെ നല്ല ഭംഗിയോടെ ഇരിക്കുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. അല്ലെങ്കിൽ നേച്ചർ എല്ലാം കൂടെ ഉൾപ്പെട്ടൊരു സംഭവം ആയതുകൊണ്ട് ഭയങ്കര ലുക്കാണ്. പിന്നെ ഫുഡ് കഴിച്ചതിൻ്റെ ആ കലാവിരുദ്ധകളാണ് ആ കാണുന്നത്. പിന്നെ ഞാൻ ലൈറ്റിലോട്ട് പോകും, ആ ലൈറ്റിൻ്റെ ഭംഗി കാരണം ലൈറ്റിൻ്റെ പുറകെ പോകുന്നു ഗൈസ്. എന്ത് പറ്റുന്നറിയില്ല. പിന്നെ ഞാൻ എൻ്റെ കുറേ വീഡിയോസൊക്കെ എടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, അങ്ങനെ കുറേ പാട്ടൊക്കെ കേട്ടിരുന്നു. ആൻഡ് ഹെയർ ഇപ്പം മാത്രം കുറച്ച് നേരത്തേക്ക് കൊള്ളാമല്ലേ ഗൈസ് കാണാൻ. അയ്യോ ഇതെന്തൊക്കെയാണ്, ഭയങ്കര ഇരുട്ടായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ. അത് ഈ ഫിൽറ്റർ ഇട്ടിരിക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ഗൈസ്. പക്ഷേ നമുക്ക് ഫിൽറ്റർ മാറ്റാനായിട്ട് ഓപ്ഷൻ ഇല്ല. ബിക്കോസ് ഓൾറെഡി ഉള്ള വീഡിയോയിൽ ആ ഒരു കളർ, ഐ മീൻ ഒരു എക്സ്പോഷറൊന്നും ഇല്ലാതെ ഞാനങ്ങ് എടുത്തത്. അത് കാരണം ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് കളർ ഇടണം. ആൻഡ് ഇതെന്താ അറിയില്ല, കളർ നല്ല മീഡിയം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ വീഡിയോയിൽ എന്തോ ഭയങ്കര ഇരച്ച് നിൽക്കുന്നത്. അങ്ങനെ സ്പീഡ് ബോട്ട് കൊണ്ടൊരാൾ വന്നു, പക്ഷെ നമുക്ക് കയറാനൊരു മടി. ബിക്കോസ് വെള്ളം എങ്ങാനും വിട്ട് പോയാലെന്നുള്ളത്, ഒരു ഹൗസ് ബോട്ട് വിട്ട് പോയാലെന്നുള്ളൊരു പേടി കാരണം ഞങ്ങൾക്ക് പിന്നെ അതിനോട്ടുള്ള ധൈര്യം വന്നില്ല. പക്ഷെ ധൈര്യം വന്നപ്പോഴത്തേക്കും അവർ സ്പീഡ് ബോട്ടും എടുത്ത് പോയി എന്നൊരു കാര്യം ഉണ്ടായി. കാരണം സമയം കഴിഞ്ഞപ്പോൾ അവർ പോയി. അതുവരെ ഞങ്ങളിങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു, ഇനി പോണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയായിരുന്നു. പക്ഷേ ലാസ്റ്റ് ആയപ്പോഴത്തേക്കിനും അവരുടെ സമയം കഴിയുമ്പോൾ അവർ പോകാറായി. അവർ പോയി കഴിഞ്ഞിട്ടാണ് അവരെ കാണാൻ പോലും ഇല്ലാത്ത സമയത്താണ് ഞങ്ങൾക്ക് ഇത് കയറാൻ തോന്നിയത്. അപ്പോഴത്തേക്കിനും പിന്നെ അവർ പോയത് കാരണം കയറാനും പറ്റിയില്ല. അങ്ങനെ കുറച്ച് സങ്കടമായിട്ടൊക്കെ ഇരുന്ന്
ആൻഡ് ഈ വീഡിയോ ഉണ്ടല്ലോ ഗൈസ്, അത് സ്ലോ മോഷൻ ആയിപ്പോയി ഗൈസ്. ഞാൻ ഓൾറെഡി ഈ വീഡിയോയിൽ പറയുന്ന പൊട്ടത്തരങ്ങളും നിങ്ങളൊന്നും വിചാരിക്കരുത്. ബിക്കോസ് എനിക്ക് ആദ്യമായിട്ടായത് കാരണം പാനിക്ക് അങ്ങോട്ട് കയറിയിട്ട് എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. അത് കാരണം ഞാൻ എന്തൊക്കെയോ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. അതിപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഫോർ നൗ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോവാം. നല്ല രീതിക്ക് എനിക്ക് ചെയ്യാൻ അറിയാനിട്ടല്ല ഗൈസ്, പക്ഷേ എനിക്ക് അതിനായിട്ടുള്ള കുറച്ച് ഡിസ്കംഫോർട്ട് ആണ് കറൻ്റ് എനിക്കുണ്ട്. അതെന്ന് പറയുമ്പോൾ എനിക്ക് ഫോൺ ആവശ്യമുണ്ട്, കുറച്ച് കാര്യങ്ങൾ ആവശ്യമുണ്ട്. അതുവരെയൊക്കെ ഇങ്ങനത്തെ ക്രിഞ്ച് വന്നുകൊണ്ടേയിരിക്കും ഗൈസ്. എനിക്കൊരു ഫോണിൻ്റെ ആവശ്യമുണ്ട്. കാര്യം ഇപ്പോഴത്തെ ഫോണിൽ സ്റ്റോറേജ് വരുന്ന കാരണം ആവശ്യമില്ലാത്ത മാത്രമേ റെക്കോർഡായി വരത്തുള്ളൂ. എന്ത് പറ്റിയെന്ന് എനിക്കറിയാം. പക്ഷേ ഗൈസ്, അപ്പോൾ ഇതൊരു പ്രശ്നമാണ്. ഇനി ഇത് സ്ലോ മോഷനാണെന്ന് സത്യം പറഞ്ഞാൽ ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയത്താണ് അറിഞ്ഞത്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ഗൈസ്. പക്ഷെ എന്തായാലും കൊള്ളാം, വ്യൂ ഒക്കെ കാണാൻ കൊള്ളാമല്ലേ. ഞങ്ങളിങ്ങനെ കയറണമെന്ന് പറഞ്ഞിരുന്നപ്പോഴത്തേക്കിനും കുറച്ച് പേര് കയറുന്നുണ്ട്. ഇപ്പോഴാണ് എനിക്ക് ശരിക്കും കയറണം എന്നൊരാഗ്രഹം വന്നത്. പക്ഷേ എനിക്ക് കൂട്ടില്ല ഗൈസ്. ഇതിന് കൂടെ എൻ്റെ കൂടെ വരേണ്ട ആൾക്കാർ വരെ ഞാൻ കണ്ടില്ല. എൻ്റെ അമ്മേനെയോ ആൻറ്റീനെയോ ഒന്നും കണ്ടില്ല. പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് കയറിപ്പോയിട്ട് ഞങ്ങൾ വല്ല കട്ടത്ത് പറന്നു പോയി കഴിഞ്ഞാൽ ഇവർ ഞങ്ങളെവിടെ പോയെന്ന് പറഞ്ഞ് തപ്പി നടക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കയറിയില്ല. അങ്ങനെ ഞാൻ കുറേ എൻ്റെ ക്രിഞ്ച് വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അവനാണ് എന്നെ കാണുമ്പോഴേ ഈ പെണ്ണുമ്പളെന്നെ കൊണ്ട് തോറ്റു എന്നൊരു ഇതിലാണ് ഓടുവാണ്. എന്നെ കാണുമ്പോൾ ഞാൻ ക്യാമറ കൊണ്ട് വരും, പുള്ളിക്കാരൻ അങ്ങ് ഓടിക്കളയും. പിന്നെ എന്തെങ്കിലും റിഫ്ലക്ഷനുള്ള എന്ത് കണ്ടാലും എൻ്റെ തല അവിടെ കാണും. ഇത് എന്തുകൊണ്ടാണെന്ന് എന്നോട് ചോദിക്കരുത്. അങ്ങനെയൊക്കെ ഞങ്ങളിങ്ങനെ ഇതിപ്പോൾ ഞാൻ കൺഫ്യൂഷൻ അടിക്കും. ഇത് കടലാണോ അതോ കായലാണോ എവിടെയാണ് വന്നിരിക്കുന്നതെന്നൊരു സിറ്റുവേഷൻ ആയിപ്പോയി. കാര്യം ഇവിടെ ഈ ഒരു ഏരിയ വന്നിട്ട് എനിക്ക് കണ്ണൊക്കെ അങ്ങ് ഇതായിപ്പോയി. ഇതൊക്കെ എന്താ സംഭവം, ഇതിപ്പോൾ കടലിലാണോ കായലിലാണോ എന്നായിപ്പോയി. അങ്ങനെ റൂമിൽ പോയി ഗായ്സ്. അങ്ങനെ എനിക്ക് പിന്നെയും എന്താണെന്നറിയില്ല, മിറർ കണ്ട് കഴിയുമ്പോഴത്തേക്കിനും ആ ഒരു ഫീലൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല, ആർക്കും മനസ്സിലാകത്തില്ല. എന്തെങ്കിലുമൊക്കെ ആക്ഷൻസ് കാണിച്ച് എന്തെങ്കിലുമൊക്കെ വൃത്തിക്കേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതേ കിടക്കുന്ന അപ്സരസ് എന്തോ ഈ കാണിക്കുന്ന അവിടെ ഇരുന്ന്. എനിക്ക് പയ്യെ ഈ പെണ്ണിൻ്റെ ഒരു കാര്യം. അങ്ങനെ എൻ്റെ അമ്മ ഓരോ വികൃതിയൊക്കെ കാണിക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്. ഞാൻ എന്തൊക്കെയോ പോസൊക്കെ ഇടുന്നുണ്ട്, എന്തൊക്കെയാണ് കാണിക്കുന്നത് എനിക്കറിയത്തില്ല. എന്താണ് ഈ കാണിക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ അമ്മ. അങ്ങനെ ഈ റൂമിൽ നിന്നുള്ള വിൻഡോയുടെ അവിടുത്തുള്ള വ്യൂ അടിപൊളിയാണ് കഴിച്ചത്. നേരിട്ട് കാണാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടോ അല്ലേ. അങ്ങനെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ബിക്കോസ് നമുക്ക് എന്തോ ഒരു ഐലൻഡിൽ വന്ന് പെട്ട പോലത്തെ ഒരു ഫീലായിരുന്നു അവിടെ നിന്നപ്പോൾ ഉണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കുറച്ച് നേരം ആസ്വദിച്ച് അവിടെയൊക്കെ നിന്ന് പിന്നെ വീഡിയോ റെക്കോർഡ് ചെയ്തപ്പോൾ കൊള്ളാൻ തോന്നി. പക്ഷെ ആ മേളിൽ നിന്ന സാധനം എനിക്കിട്ട് കുറേ അടി കിട്ടി. അത് കാരണം അങ്ങനെ ഞാൻ പതുക്കെ പോകാമെന്ന് പറഞ്ഞിങ്ങനെ നിന്ന് മേളിലോട്ട് കയറി വന്നു. ഇങ്ങനെ കൊച്ചിനെ പിടിച്ചു നിർത്തി വീഡിയോ എടുക്കുന്നതാണ്. ഇനി അവന് മടുത്തവൻ തലയിൽ പൊക്കിക്കൊണ്ട് ഓടുക. അങ്ങനെ കുഞ്ഞിനെ വെറുപ്പിച്ചിട്ട് നമ്മൾ ഇവിടെ വന്നിരിക്കുകയാണ് ഗൈസ്. നമ്മളിപ്പോഴാണ് മറ്റേ സ്പീഡ് ബോട്ടിൽ പോകാമെന്നുള്ള മൈൻഡിൽ വന്നത്. പക്ഷെ അത് നടന്നില്ല. അങ്ങനെ അപ്പുറത്തെ ഹൗസ് ബോട്ടിൽ കുറേ പേരൊക്കെ ഉണ്ട്. കുഞ്ഞുങ്ങൾ ഭയങ്കര ക്യൂട്ടായിരുന്നു, എന്തൊക്കെയൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. എനിക്കാണ് സൂം ചെയ്യുന്നത് ഞാൻ വീഡിയോ ശ്രദ്ധിച്ചില്ല, അല്ലാതെ കണ്ണാടി കൂടെ നോക്കിയിട്ട് എനിക്കൊന്നും മനസ്സിലായില്ലായിരുന്നു. ഇപ്പോൾ വീഡിയോ കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവർ നല്ല ക്യൂട്ടായിട്ട് എന്തൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നെന്ന്. അങ്ങനെ എഗെയിൻ നൈറ്റ് ആയപ്പോൾ ഉള്ള വീഡിയോ ആണ്. ഒന്നും പ്രത്യേകിച്ച് എടുക്കാനില്ല. നൈറ്റ് ആയപ്പോഴത്തേക്കിനും കുറച്ച് മീറ്റിങ്സ് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ കാര്യമായിട്ടൊന്നും വ്ളോഗിലില്ല. എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമല്ലോ എന്നോർത്ത് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചാണെന്നേ ഉള്ളൂ. അങ്ങനെ നൈറ്റ് ആയപ്പോൾ ഉള്ളൊരു വ്യൂ കാണിച്ചു തരാം ഗൈസ്. നല്ല രസമുണ്ടല്ലേ കാണാൻ. എനിക്കാണെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു പ്രത്യേക ഭംഗിയല്ലേ കാണാൻ. മൊത്തത്തിൽ ഒരു വൈബ്, ഭയങ്കര കൂളായിട്ടുള്ള ശാന്തമായിട്ടുള്ള വൈബ്. ഈ സമയത്ത് പാട്ട് വേണ്ടെന്നാണ് എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ നേരത്തെ ഇട്ടിരുന്ന സ്ഥലത്തോട്ട് തന്നെ നമ്മുടെ ഹൗസ് ബോട്ട് കൊണ്ടിടുവാണ്. ബിക്കോസ് ഫുഡ് കഴിക്കണം, പിന്നെ കുറച്ച് പുറത്തോട്ടൊക്കെ ഇറങ്ങണം. പിന്നെ നൈറ്റ് ഇവിടെ ആയിരിക്കും ഉറങ്ങുന്നത്. പിന്നെ മോർണിംഗ് ഒന്നുകൂടെ ഒന്ന് കറങ്ങിയിട്ട് പോകാനാണ് പ്ലാൻ. പക്ഷെ നമ്മളിത് കൂടുന്നില്ല. കാര്യം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരമൊക്കെ അവിടെ ഇങ്ങനെ കറങ്ങി നടന്നിട്ട് വീട്ടിൽ പോകാനുള്ള പ്ലാനായിരുന്നു. അങ്ങനെ ഈ ലൈറ്റ് ഇങ്ങനെ ആടുന്ന കണ്ടിട്ട് എനിക്ക് ഏതോ ഒരു സിനിമ ഓർമ്മ വന്നു. ചന്ദ്രമുഖി എന്നെന്തോ ആണെന്ന് തോന്നുന്നു പേര്. അതിനകത്ത് മറ്റേ പാമ്പ് കയറി ഇരിക്കത്തില്ലേ, ആ സീൻ. അതൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത് അത് കണ്ടപ്പോൾ. അങ്ങനെ ഞങ്ങളിപ്പോൾ കിൻഡർ ജോയ് വല്ലതും വാങ്ങാമെന്നും പറഞ്ഞ് പോകുന്നതാണ് ഈ കാണുന്നത്. പോയിട്ട് വരാം അല്ലേ, ഒരാളെ ഓടി. ഞങ്ങളെ കാണുന്നവരൊക്കെ പേടിച്ച് അങ്ങോട്ട് പോവാണല്ലോ. ഇരുട്ടത്ത് നിന്നെ പോയിട്ട് എന്നെ പോലും കാണുന്നില്ല.
ഈ കിൻഡർ ജോയ് വാങ്ങിക്കാൻ പോയ ലോങ് സ്റ്റോറി ആയിരുന്നു ഗൈസ്. അവിടെ ഭയങ്കര വെള്ളമൊക്കെ ഇതാക്കിയിട്ട് മണ്ണൊക്കെ ഇങ്ങനെ തെന്നി വീഴുന്ന പോലെ കിടക്കുകയായിരുന്നു. അതേ കൂടെ ഞങ്ങൾ ചാടിപ്പോയി. എന്തോരം കോമഡി കാണിച്ച് ഒരു കണക്കില്ല. എന്തോരം കോമഡി എന്ന് പറഞ്ഞാൽ ഫുൾ കോമഡി ആയിരുന്നു. പിന്നെ ഇവിടുന്ന് ആ ഒരു കമ്പനിയുടെ കുറച്ച് എന്തായിരുന്നു ബനിയനാണോ ടീഷർട്ടാണോ എന്തോ സംഭവമൊക്കെ തരുമായിരുന്നു. അങ്ങനെ അത് വീഡിയോ എടുത്ത് പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുന്നതിൻ്റെ സമയമാണ്. അങ്ങനെ എല്ലാവരും അവിടെ ഫുഡ് കഴിക്കുന്നത്. ഞങ്ങളിവിടെ ഇലക്ട്രിക് കമ്പിയിൽ തൊട്ട് കഴിഞ്ഞാൽ ഷോക്കടിച്ച് മരിച്ചു പോകുമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ മാറി നിൽക്കുകയാണ്. എന്തിനാണ് ഇവിടെ വട്ട് കേസുകളെ പോലെ വന്ന് നിന്നതെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. അങ്ങനെ പിന്നെയും വീഡിയോ ഒക്കെ എടുത്തു. അത്രയൊക്കെ ഉള്ളു ഗായ്സ്. പ്രത്യേകിച്ചൊന്നും ഇല്ല വ്ളോഗ്. പിന്നെ ഞാൻ വലിച്ചു നീട്ടുന്നതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. അങ്ങനെ താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്.